ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ളൊരു പൊതിച്ചോറാണ്. പൊതിച്ചോറ് ഇഷ്ടമില്ലാത്ത ആരല്ലേ? അപ്പോൾ പൊതിച്ചോറ് കഴിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മളിങ്ങനെ വാഴയില വാട്ടിയെടുത്തിട്ട് ചൂട് ചോറൊക്കെ പൊതിഞ്ഞെടുക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. നമുക്ക് പുറത്തൊക്കെ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വീട്ടിൽ കഴിക്കാനാണെങ്കിലൊക്കെ ഇടയ്ക്ക് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ ഞാൻ കൂടുതൽ റെസിപ്പിയും കാണിക്കുന്നുണ്ട്. സാമ്പാർ മാത്രം ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ബാക്കിയൊക്കെ ഇതിൽ ചെയ്തിട്ടുള്ളത് കാസർഗോഡ് സ്പെഷ്യലായിട്ടുള്ള കറികളാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിലാദ്യം കാണിക്കുന്നത് തോരനാണ്. ക്യാബേജ് വെച്ചിട്ടാണ് കേട്ടോ തോരൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു വലിയ ക്യാബേജിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അതുപോലെ 2 സവാള, ഇപ്പോൾ രണ്ടും കൂടെ തിന്നായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക. പിന്നെ ഒരു 4 പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴുകി എടുത്തിട്ടുള്ള ക്യാബേജാണ് കേട്ടോ. ക്യാബേജ് കഴുകി എടുത്ത ശേഷം ഒന്ന് വെള്ളം വാർന്നെടുക്കുക. ജസ്റ്റ് ഒന്ന് ഒരു അരിപ്പയിലിട്ടിട്ട് വെള്ളം ഒന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം 1 ടേബിൾ സ്പൂണ് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ക്യാബേജ് നല്ലോണം വെള്ളം ഒന്ന് വാർന്നെടുത്തിട്ടുണ്ടായിരുന്നു ഒരു അരിപ്പയിലിട്ടിട്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രം 1 ടേബിൾ സ്പൂണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വെള്ളം വാർന്നെടുക്കാതെ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും വെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിനി വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് പാകത്തിനായിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് 1-2 പ്രാവശ്യം നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം 1-2 പ്രാവശ്യം. അതുപോലെ വെള്ളം പോരാ എന്നുണ്ടെങ്കിലൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ ക്യാബേജിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ പിന്നെ നമ്മളിത് വറ്റിച്ചെടുക്കാൻ നോക്കും വെള്ളം കൂടുതലുണ്ടെങ്കിൽ. അപ്പോൾ കൂടുതൽ വെന്ത് പോകും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറില്ല. ഇതിപ്പോൾ നല്ല പാകത്തിന് തന്നെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പോളം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെക്കാം. 1 മിനിറ്റൊക്കെ ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ഇതിലോട്ട് വറവിടാം. അപ്പോൾ ഇത് പാകത്തിനായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വറവിടാം. വറവിടാനായിട്ട് ജസ്റ്റ് കടുക് താളിച്ച് ചേർത്ത് കൊടുത്താൽ മതി. എണ്ണ നല്ല ചൂടായ ശേഷം കടുകിട്ട് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കടുക് താളിച്ചതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ താളിക്കുന്ന കൂട്ടത്തിൽ. അപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന തോരനാണ്. ഞങ്ങൾ കൂടുതലും കാസർഗോഡൻ സ്റ്റൈലിലുള്ള തോരനാണ് കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങൾ കൂടുതലും ഈ ഒരു രീതിയിലാണ് എല്ലാ വെജിറ്റബിൾസും തോരൻ ഉണ്ടാക്കിയെടുക്കാറുള്ളത്. ചിലതിന് മാത്രം വറ്റൽമുളക് അരച്ചിട്ട് ചേർത്ത് കൊടുക്കും. പിന്നെ കൂടുതലും ഇതുപോലെ പച്ചമുളകാണ്. അപ്പോൾ വറ്റൽമുളക് അരച്ചിട്ട് ഞാൻ ചീരക്കറി ഈ അടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു കാസർഗോഡ് ലഞ്ച് മെനുവിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ അത് കാണാത്തവർ വേണമെന്നുണ്ടെങ്കിൽ കാണാം കേട്ടോ. കൂടുതലും കാസർഗോഡൻ റെസിപ്പിയാണ് അതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനി ഒരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ബ്ലെൻഡറിലോട്ട് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു ചെറിയ സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 വറ്റൽമുളക്, അതുപോലെ കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. പുളി ഒരു നാരങ്ങ വലിപ്പത്തിൽ എന്ന് പറയാൻ പറ്റില്ല, ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. ഈ ഒരു അളവിൽ ഇത്രയും പുളി മതിയാകും. അപ്പോൾ ഈ ഒരു സൈസിലാണ് കേട്ടോ പുളി എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ക്രഷ് ചെയ്തെടുക്കാം. അമ്മിക്കല്ലിലാണ് കേട്ടോ ഇത് ചെയ്യേണ്ടത് ശരിക്കും. അപ്പോൾ ഇതിലോട്ട് ഉപ്പ് ചേർത്തിട്ടില്ല, ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 തണ്ട് കറിവേപ്പില ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയും മതി. ഇത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരിക്കലും ഫൈനായിട്ട് അരച്ചെടുക്കരുത്. പിന്നെ ഇത് വാഴയിൽ വെച്ച് കൊടുക്കുമ്പോൾ ഒരു ബോൾസ് എന്ന പരുവത്തിലൊന്ന് ഉരുട്ടിയിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനി മുട്ട പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലോട്ട് കുറച്ച് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂണ്. ഇതിലോട്ട് നല്ല ചൂടുള്ള ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ കാസർഗോഡൻ സ്റ്റൈലിലാണ് കേട്ടോ ഈ ഒരു മുട്ട പൊരിച്ചത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ചോറൊരു 3-4 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കാം.
പിന്നെ ഇതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. നല്ലോണം ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കുക. നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ചോറ് നന്നായിട്ട് ഉടച്ചെടുക്കണം. ചോറൊട്ടും ഇതിൽ ഉണ്ടാവാൻ പറ്റില്ല കേട്ടോ. നന്നായിട്ട് തന്നെ ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ നല്ല ചൂടുള്ള ചോറ്, നല്ല വെന്ത് നല്ല ചൂടുള്ള ചോറാകുമ്പോൾ നമ്മളിങ്ങനെ ഉടച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ മുട്ട പൊരിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ വീട്ടിലൊക്കെ മുമ്പേ ചെയ്യാറുള്ളതാണ്. ഞാൻ മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മോം റെസിപ്പി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് പൊരിച്ചെടുക്കുന്നതിലും ഉണ്ട് വ്യത്യാസം. നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ പൊരിച്ചെടുത്താലൊന്നും ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഇരുമ്പിൻ്റെ ചട്ടി തന്നെ വേണം കേട്ടോ. ഇരുമ്പിൻ്റെ ചട്ടിയിൽ പൊരിച്ചെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇനി ഇത് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു ചട്ടി നല്ല ചൂടായ ശേഷം എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് എണ്ണ നല്ല ചൂടായ ശേഷം ഇതിലോട്ട് മുട്ടക്കൂട്ട് ഒന്നിച്ച് തന്നെ ഒഴിച്ചു കൊടുക്കുന്നതല്ല, കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ ഒരളവിൽ ഒരു 3-4 പ്രാവശ്യം ഇതുപോലുള്ള ചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം കുക്കാകാൻ ഒരു ഇച്ചിരി സമയം എടുക്കും, അടിഭാഗം പെട്ടെന്ന് കുക്കാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നിച്ച് തന്നെ ഒഴിച്ചു കൊടുക്കണ്ട. ഇനി ഇത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് പൊരിച്ചെടുക്കാം. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. മുകൾ ഭാഗം ചെറുതായിട്ട് കുക്കാകാൻ ബാക്കിയുണ്ട്, അപ്പോൾ അത് കുഴപ്പമില്ല. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ അത് ഓക്കെ ആയിക്കോളും. പിന്നെ കംപ്ലീറ്റ് ഡ്രൈ ആകാൻ നിന്നെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും. ഇനി മറ്റേ ഭാഗം കൂടെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു രീതിയിൽ പൊരിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇതായിട്ടുണ്ട്, അപ്പം മാറ്റാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ മുട്ട പൊരിച്ചെടുക്കാറുള്ളത്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിത് പൊതിഞ്ഞെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വാഴയില ഒന്ന് കഴുകിയെടുത്ത ശേഷം നല്ലോണം വാട്ടിയെടുക്കണം. അല്ലെങ്കിൽ നമുക്കിത് മടക്കിയെടുക്കാൻ പറ്റില്ല, പൊട്ടിപ്പോകും. അപ്പോൾ ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ക്ലിയർ ചെയ്തതാണ് കേട്ടോ. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ചെറിയ ഇലയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ വിളമ്പുന്നുള്ളൂ. ചെറിയ ഇലയിൽ ഒരിക്കലും കൂടുതൽ വിളമ്പരുത്, അപ്പോൾ നന്നായിട്ട് പൊതിഞ്ഞെടുക്കാൻ പറ്റില്ല. കൂടുതൽ വിളമ്പണമെന്നുണ്ടെങ്കിൽ വലിയ ഇല എടുക്കാം കേട്ടോ. അതുപോലെ നമ്മുടെ കുട്ടികൾ എത്രയാണോ കഴിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് വിളമ്പി കൊടുത്താൽ മതി. കൂടുതൽ കഴിക്കുന്നില്ലെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മുട്ട പൊരിച്ചതൊക്കെ വലിയ പീസൊന്നും അവർ കഴിക്കില്ല എന്നുണ്ടെങ്കിൽ പകുതിയാക്കിയിട്ട് ഇട്ട് കൊടുത്താലും മതി. പിന്നെ ഇതിൻ്റെ ഒരറ്റത്ത് ചമ്മന്തിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് എനിക്ക് വിട്ടുപോയതാണ്. അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ചെറിയൊരു കഷ്ണം, ഇലയുടെ ചെറിയൊരു കഷ്ണം എടുത്തിട്ട് അതിൽ പൊതിഞ്ഞു കൊടുത്താലും മതി. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ പൊതിഞ്ഞെടുക്കുക. ഇല കീറാത്ത രീതിയിൽ നന്നായിട്ട് പൊതിഞ്ഞ് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പൊതിച്ചോറാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാൻ ചെയ്യുന്ന രീതിയിലുള്ള കറിയാണ് ഇതിലോട്ട് സെർവ് ചെയ്തിട്ടുള്ളത്. പിന്നെ സാമ്പാർ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാനപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. കാസർഗോഡൻ സ്റ്റൈലിലോ അല്ലെങ്കിൽ മാംഗ്ലൂർ സ്റ്റൈലിലുള്ള സാമ്പാറാണെങ്കിലും ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ഒറ്റ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.